നമസ്കാരം, ഞാൻ അമൃത് സിംഗ്. അമൃത് DG മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിത ലക്ഷ്യം തേടിയുള്ള 22ാമത്തെ ഭാഗത്തിലേക്കാണ് നാം ഇന്ന് കടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സൂപ്പർ ഹീറോ ആവണോ? ചിത്രകഥകൾ മുതിർന്നവർക്ക് യക്ഷിക്കഥകളാണ്. സ്റ്റാൻലി മാർവൽ കോമിക്സിന്റെ സഹപ്രവർത്തകൻ. ജീവിതത്തിൽ ചില സമയത്ത് ഒരു വഴികാട്ടിയോ മാർഗദർശിയോ ഇല്ലാതെ കഷ്ടപ്പെടുന്ന സമയങ്ങളുണ്ടാകും. അങ്ങനെ സഹായിക്കാൻ ആരുമില്ലാതെ ഒറ്റയ്ക്ക് വെല്ലുവിളികളെ നേരിടുമ്പോൾ, ഒരു സ്പോർട്സിന്റെ സ്റ്റാറിംഗ് ടീമിൽ അംഗമാവാൻ ശ്രമിക്കുമ്പോൾ, പഠിക്കാൻ പ്രയാസമുള്ള വിഷയത്തിൽ പരീക്ഷ പാസ്സാവാൻ ശ്രമിക്കുമ്പോൾ, ഇഷ്ടമുള്ള ഒരു സഹപാഠിയുമായി സൗഹൃദത്തിന് ശ്രമിക്കുമ്പോൾ, നിങ്ങൾ ഭ്രാന്തമായ ഒരവസ്ഥയിലായിരിക്കുമ്പോൾ ആരുടെ സഹായം തേടും? എന്തു ചെയ്യണമെന്നറിയാതെ ആരുടെ അടുത്ത് പോകും? ഇത്തരം സന്ദർഭങ്ങളിൽ ശക്തി തരുന്ന ചില അപ്രതീക്ഷിത വ്യക്തികളുണ്ട്. അവരാണ് നിങ്ങൾക്ക് ഒരുപാട് രസകരമായ സന്ദർഭങ്ങൾ സമ്മാനിച്ച സൂപ്പർ ഹീറോകൾ. ഏറ്റവും മികച്ച വ്യക്തികളാവാൻ അവരിൽ നിന്നും നമ്മൾ പലതും പഠിക്കുന്നു. സൂപ്പർ ഹീറോ ആവാനുള്ള 10 അമാനുഷിക ശക്തികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മാർവൽ എന്ന സൂപ്പർ ഹീറോ ആവാൻ എന്താണ് ആ പ്രധാനപ്പെട്ട കഴിവുകൾ? അവയെ ഒന്നൊന്നായി നമുക്ക് നോക്കാം. അവയെല്ലാം നിങ്ങൾക്കും സാധിക്കാവുന്നതാണ്. മനസ്സുവെച്ചാൽ നിങ്ങൾക്കും അവ വളർത്തിയെടുക്കാം. 1. ഉത്തരവാദിത്വം. വലിയ ശക്തിയോടൊപ്പം വലിയ ഉത്തരവാദിത്തങ്ങളുമുണ്ട്. സ്പൈഡർമാനായ പീറ്റർ പാർക്കറോട് അങ്കിൾ ബെൻ പറയുന്നു, അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകേണ്ട ആദ്യത്തെ ഗുണം ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ജീവിതത്തോടും പ്രവൃത്തികളോടും നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടാകും. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ അനന്തരഫലം എന്ത് എന്നും അറിയണം. അതായത് നിങ്ങളെയോ മറ്റുള്ളവരെയോ ബുദ്ധിമുട്ടിക്കണം. 2. ദൃഢനിശ്ചയം. മുൻപ് നമ്മൾ ചർച്ച ചെയ്ത ഗൻബാറി മസു എന്ന ആശയം നിങ്ങൾക്ക് പരിശീലിക്കാൻ ഉചിതമായൊരു അമാനുഷിക ശക്തിയാണ്. സൂപ്പർ ഹീറോകൾ ഒരിക്കലും തോൽക്കില്ല. എത്ര വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും, ശത്രു എത്ര വലുതായാലും, 1000 തവണ തോറ്റാലും യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. 3. അഭിമാനം. ദുഷ്ടകഥാപാത്രങ്ങളിൽ നിന്നും സൂപ്പർ ഹീറോ വ്യത്യസ്തമാവുന്നത് ഇങ്ങനെയാണ്. അയാളുടെ മൂല്യങ്ങളും അഭിമാനവും കാരണമാണ്. അവർ വാക്കു പാലിക്കുന്നവരാണ്. ശരിയായ വഴിയിലൂടെ ശരിയായ പ്രവൃത്തികൾ മാത്രമേ ചെയ്യുകയുള്ളൂ. നിങ്ങൾ ചെയ്യാൻ ഒരുങ്ങുന്ന സാഹസിക യാത്രയിൽ അഭിമാനം എന്ന ഗുണം അത്യാവശ്യമാണ്. 4. ഐക്യം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളുമുണ്ട്. ഉദാഹരണത്തിന്, ഒരു ബാസ്കറ്റ്ബോൾ കളി ജയിക്കുക, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് പ്രോജക്റ്റ് ചെയ്യുക. വളരും തോറും പല പദ്ധതികൾക്കും മറ്റുള്ളവരുടെ സഹായം വേണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയാണ് സൂപ്പർ ഹീറോകൾ പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന് അവഞ്ചേഴ്സ്, അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. 5. അറിവ്. കായിക ബലം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണില്ല. ഒരു പ്രശ്നത്തെ നേരിടുമ്പോൾ അതിനെക്കുറിച്ച് ആഴത്തിലെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ലക്ഷ്യത്തിലെത്താൻ അതിനെക്കുറിച്ചുള്ള അറിവിനേക്കാൾ വലിയ ശക്തി വേറെയില്ല. 6. കൃത്യത. ധൈര്യവും ശക്തിയും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അതിനെ ഏത് ദിശയിലേക്ക് കൊണ്ടുപോകണമെന്ന് കൂടെ അറിയണം. ഉദാഹരണത്തിന് മാർവൽ കോമിക്സ് നോക്കുക. ഹോക്ക് എവിടെ നോക്കുന്നുവോ അവിടെ തന്നെ കൃത്യമായി അമ്പ് വീഴും. നിങ്ങളുടെ ഉദ്യമത്തിൽ ശ്രദ്ധ പല ദിക്കിലായാൽ പദ്ധതി പൊളിഞ്ഞു പോകും. ഒരു കാര്യം തുടങ്ങുന്നതിന് മുൻപ് എന്താണ് ഉദ്ദേശമെന്ന് വളരെ വ്യക്തമാക്കുക. നല്ല ഉന്നം വയ്ക്കുക, നിങ്ങൾ ലക്ഷ്യത്തിലെത്തും. 7. ശക്തി. ശരീര വ്യായാമത്തിന് ജിമ്മിൽ പോകുന്നത് നല്ലത് തന്നെ. എന്നാൽ നിങ്ങളുടെ സ്വപ്നത്തെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ ആത്മബലം ആവശ്യമാണ്. സത്യത്തിൽ അതാണ് ഏറ്റവും വലിയ ശക്തി. അതിന് എവിടെ പരിശീലനം നേടും? സംശയം വേണ്ട, നിങ്ങളുടെ മനസ്സിൽ തന്നെ. നിങ്ങൾ നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് പഠിക്കുന്നതെല്ലാം പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത് വഴി അത് സാധിക്കും. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ പകുതി യുദ്ധം ജയിച്ചു എന്നാണ് അർത്ഥം. 8. ഭവിഷ്യവാദം. ഭാവിയെ നേരിടാനുള്ള തയ്യാറെടുപ്പ്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതെന്ത് വിചിത്രമായ ശക്തിയാണ്. ഭവിഷ്യവാദം എന്നത് ഇന്ന് നിങ്ങൾ സ്വരൂപിച്ച അറിവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അയൺമാനെ പോലെ വരാനിരിക്കുന്ന വെല്ലുവിളികളെയും നേരിടാൻ അറിഞ്ഞിരിക്കണം. അയാൾ എന്ന് പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിക്കും. 9. വിപ്ലവം. സൂപ്പർ ഹീറോകൾ പ്രതിബന്ധങ്ങളെ അംഗീകരിക്കില്ല. അവർ അനീതി കണ്ടു നിൽക്കില്ല. നല്ലത് ചെയ്യാനുള്ള യുദ്ധത്തിൽ ലോകത്തിന് വേണ്ടി അവർ വിപ്ലവം നടത്തുന്നു. നല്ല ലക്ഷ്യത്തോടുള്ള വിപ്ലവങ്ങളാണ് ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 10. ധൈര്യം. ഇതാണ് 10ാമത്തെ സൂപ്പർ ശക്തി. ഇത് ഏത് സാഹസിക യാത്രയ്ക്കും അത്യാവശ്യമാണ്. ഭയം നിഷ്ക്രിയത്വം വരുത്തിവെക്കും. അത് നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുന്നതിന് തടസ്സം നിൽക്കും. ധൈര്യത്തോടെ പ്രശ്നങ്ങളെ നേരിടുന്നത് നിങ്ങളുടെ ഏറ്റവും നല്ല കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്നു. നിങ്ങളെന്നും സൂപ്പർ ഹീറോ ആയിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, സൂപ്പർ ഹീറോ ആകാൻ വേണ്ട 10 അമാനുഷിക ശക്തികളെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെച്ചത്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അപ്പോൾ നിങ്ങളുടെ കട്ടർ സപ്പോർട്ട് ലൈക്കായും ഷെയറായും കമൻറ്റായും സബ്സ്ക്രൈബായും എന്നോട് കൂടെ ഉണ്ടാകണം. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.